ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്കും നമ്മുടെ വർഷത്തിൽ ഒരു തവണ വരുന്നൊരു സ്പെഷ്യൽ ഡേ, നാളും ഡേറ്റും എല്ലാം ഒന്നിച്ച് വരുന്നൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കിന് പോയെടുത്തു നിന്ന് തിരിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ചേച്ചിയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു ഷൂട്ടിന് വേണ്ടി വന്നതായിരുന്നു, ഫോട്ടോ ഷൂട്ടിന് വേണ്ടി വന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ചുറ്റുളങ്ങര പോയിട്ടൊക്കെ ഒരു തുണി എടുക്കാൻ പോയായിരുന്നു. ഒരു ബർത്ത്ഡേക്ക് തുണി എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ചുറ്റുളങ്ങര ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് 2 പൈനാപ്പിൾ ജ്യൂസും 2 കട്ട്ലൈറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന അങ്കിളായിരുന്നു ഞങ്ങൾക്ക് എല്ലാം എടുത്തു തന്നത്. നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, കാരണം കൊച്ച് കുറച്ച് ബഹളമാണ് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ കൊണ്ടുവരാത്തതിന് ഞങ്ങൾ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ, കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയിരുന്നപ്പോഴത്തേക്കും ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവതിപ്പടിയിലുള്ള ബേക്കറിയിൽ നിന്ന്, ശബരി എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ നിന്ന് നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഉണ്ടാക്കും. പക്ഷേ ഇന്നലെ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, 8:30 വന്നപ്പം. അപ്പോഴത്തേക്ക് ക്ഷീണം കാരണം ഞാൻ കയറി കിടന്നു. ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് വിളിച്ച് പറയാൻ പറ്റിയില്ല. അപ്പം അമ്മ തന്നെ ഈ ബേക്കറിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബേക്കറിയിലെ അങ്കിളിനെ അമ്മയ്ക്ക് അറിയാവുന്നത്. അപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞൊരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പം നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് വെച്ചാൽ കിട്ടാത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പം ആങ്കിളും ഇതേപോലെ പറഞ്ഞു ചെയ്തു, വീടിൻ്റെ അടുത്ത് ജോലിക്ക് പോകുന്നതും കേക്കിൻ്റെ കാര്യവും ബർത്ത്ഡേ 19 വയസ്സായി എന്നൊക്കെ പറയുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു പേരക്ക ഇട്ടിട്ട് അതെല്ലാം മുറിച്ച് തിന്നു. ഇതായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് സെറ്റാക്കി. നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഡ്രസ്സിന് പറ്റിയൊരു തീമിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു കേക്ക് പറഞ്ഞ് ജസ്റ്റ് മുറിക്കാൻ വേണ്ടി മാത്രം ഒരു കേക്കാണ് പറഞ്ഞത്. പക്ഷേ കറക്റ്റ് ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ തന്നെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. ആ 2 കളറും അതേ 2 കളർ തന്നെ ആ കേക്കിനകത്തും വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് പിങ്ക് കളറും, മറ്റേത് ഒരു വയലറ്റ് മോഡൽ ഒരു കളറുമായിരുന്നേ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, 19 എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ അങ്കിളിനോട് പറഞ്ഞ അങ്കിൾ എടുത്ത് തന്ന സമയത്തിനാണ് പറഞ്ഞത്. അപ്പോൾ അങ്കിൾ നോക്കിയൊക്കെ എടുത്തു തന്നു. അപ്പോൾ അങ്കിൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 7 അല്ല 1 7-നടിയിൽ ആ വര പോലത്തെ സംഭവം ഇല്ല, തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ വന്നിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ, അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് 79 എന്നുള്ളൊരു ഫീലൊക്കെ വന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇച്ചിരി 79 എന്നൊരു രീതിയിലാണിത് വന്നേക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വെക്കുന്നുണ്ട്. ക്യാമറയിൽ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യം 73 രീതിയിലാണ് ക്യാമറയിൽ കാണിക്കുന്നത്. ഇത് കാണുമ്പം എനിക്ക് 79 ആണോ 97 ആണോ, എനിക്ക് 19 എന്നുള്ളൊരിത് ജസ്റ്റ് ഒരു ഇതായിട്ടാണെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല 7 ആ ഒരു രീതിയിലാണ് കാണുന്നത്. അടിയിൽ അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റ് 79 വന്നേനെ. പിന്നെ സമയത്തിന് അങ്കിളാണെങ്കിൽ എടുത്ത് തന്നതുകൊണ്ട് നമ്മൾ മറ്റേ മെഴുകുതിരി മേടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നോക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തത്, സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷം കേക്ക് മുറിച്ചിട്ടില്ലായിരുന്നു. അത് ഓച്ചിറയിൽ കൂട്ടുകാരികളും അതേപോലെ അങ്ങനെയൊക്കെ പോയാണ് ഞങ്ങൾ മുറിച്ചത്. എന്നിട്ട് ഓച്ചിറയിലൊക്കെ പോവായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം കേക്ക് അമ്മ തന്നെ പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്, വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ. അപ്പം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ എൻ്റെ റൂം തന്നെ ആയിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. വേറെ ഒരു ഇടവും എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഇതും കൊള്ളില്ല, ഇനി സെറ്റാക്കണം, അത് വേറൊരു കാര്യം. അത് ഉടനെ സെറ്റാക്കുന്നുണ്ട്. അപ്പം കേക്ക് മുറിക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെയാണ്. പക്ഷെ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ പുറത്ത് കടയിലോട്ട് പോയതാണ്. വന്നപ്പോൾ ലേറ്റായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് മുറിക്കട്ടെ, ഇത്ര ലേറ്റ് ആക്കണ്ട, എനിക്ക് വീഡിയോ ഇടാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അമ്മ മുറിക്കാൻ സമ്മതിച്ചത്. അങ്ങനെ നോക്കി തീപ്പെട്ടി കാണുന്നില്ല. ഞാൻ അവസാനം ബോറടിച്ച് ചത്തുകുത്തി. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം വലിയ കാര്യത്തിൽ മേക്കപ്പൊക്കെ ഇട്ടിരുന്നത് ഒലിച്ചൊലിച്ച് പോകുന്നുണ്ട്. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പൗഡർ ഇട്ട് കണ്ണടിയിൽ എഴുതും, ഒരു പൊട്ടും തൊടും. അല്ലാതെ എനിക്ക് ഒരുങ്ങുന്നത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ പുറത്ത് പോകുമ്പം ചിലപ്പോഴൊക്കെ ഒരുങ്ങാറുണ്ട്. ഒരുങ്ങുന്ന അത്രയ്ക്ക് ബോറായതുകൊണ്ട് ഞാനങ്ങനെ ഒരുങ്ങാറില്ല.
ഒരുങ്ങാതിരിക്കുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ എഴുതും, പിന്നെ ഒരു പൊട്ടും തൊടും, കമ്മലും ഇടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ യൂസ് ചെയ്യാതെ എനിക്ക് 3-4 ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് മേടിച്ച് തന്നെ. അപ്പോൾ ഞാൻ അതിനകത്ത് അതൊക്കെ ഇട്ട് ഒരെണ്ണം മാത്രം മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ 2 ഉണ്ടായിരുന്നു, ഒരു റെഡ് കളറും, അത് ഞാൻ ബൈക്കിൻ്റെ വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരെണ്ണമുണ്ട്. പിന്നെ വേറൊരു ബ്ലൂ കളറിലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ 2 ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചാണ് ബർത്ത്ഡേക്ക് ഇടാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്നെടുത്തു, പൊട്ടിച്ചു, ടാഗെല്ലാം കളഞ്ഞു, അങ്ങനെ ഇട്ടുകൊണ്ട് പോയതാണ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആരുമില്ല. അങ്ങനൊരു പണിയൊക്കെ കിട്ടി നിൽക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ വേഗം വരാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിലൊക്കെ വന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം ഈ നിൽക്കുന്നത് പോസ്റ്റ് അടിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളെയും കൂടെ പോസ്റ്റ് എടുപ്പിക്കാമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ഇതാക്കുന്നത്. പക്ഷെ ലോങ് ആവണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ ഇതിനകത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. എൻ്റെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് എത്രയും ലാഗാക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ലാഗാക്കാതെ ഇടാൻ ശ്രമിക്കാം. അപ്പം ഞാൻ തീപ്പെട്ടിക്കുള്ള അന്വേഷണത്തിലാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് പറയണം കേട്ടോ. അപ്പം അവസാനം തീപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്ന് അത് കത്തിച്ചു. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും 79 എന്നാണ് വായിക്കുന്നത്, പക്ഷെ 19 കേട്ടോ. എനിക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ. അങ്ങനെയെല്ലാം കത്തിച്ചു. അച്ഛൻ വരുന്നതിന് മുന്നേ തന്നെ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിലാണ്. അമ്മയും അനിയനും ക്യാമറയുടെ മുന്നിലോട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അനിയൻ പിന്നെയും വരാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അമ്മ ഇപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് വന്നേക്കുവാണ്, ഡ്രസ്സൊക്കെ ബോറാണ്, ഡ്രസ്സ് മാറ്റാനൊന്നും വയ്യ എന്ന് പറഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ചു. ഞാൻ പിന്നെ അമ്മയെ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് കേക്ക് കൊടുത്തു കേട്ടോ. അമ്മ ഇവിടെ തന്നെ ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്ന് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കേക്ക് അവിടെ കൊണ്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പുറകിലിരിക്കുന്നൊരു പാവയെ കണ്ടോ, അത് ഞങ്ങൾ പളനിപ്പോയപ്പോൾ മേടിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അനിയനെ ഇങ്ങോട്ട് വിളിച്ച് അനിയനെ വായിക്കകത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്നെങ്കിലും ഞാൻ ഹാപ്പി അല്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ